الرجيم رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. അതിൽ തജ്വീദൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാണ്. റിജാലുൻ, അവിടെ ആ തൻവീൻ എന്ത് ചെയ്യണം? ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം. തിജാറത്തുൻ എന്നുള്ളിടത്തും അതേപോലെ തന്നെ ബാബിലേക്ക് ഇദ്ഗാം ചെയ്യണം. ബൈഉൻ എന്നുള്ളിടത്ത് ഇദ്ഹാർ ചെയ്യണം. അൻ സിക്രില്ല, ആ നൂനിനെ ഇഖ്ഫാ ചെയ്യണം. പിന്നെ അവിടെ ശ്രദ്ധിക്കാനുള്ളത് യഖാഫൂന യൗമൻ, ആ തൻവീൻ എന്ത് ചെയ്യണം? പിന്നെ യൗമൻ എന്നുള്ള ആ തായിലേക്ക് ഇഖ്ഫാ ചെയ്യണം. എപ്പോൾ എങ്ങനെ ഓതണം? യൗമൻ തതഖല്ലബു എന്ന് ഓതണം. പിന്നെ ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. തജ്വീദ് എന്തെങ്കിലും സംശയം ഉണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പോയത്. ഉണ്ടോ? ഇല്ല. എന്നാ അർത്ഥം പറഞ്ഞോളൂ. റിജാലുൻ എന്താ? റിജാലുൻ ചില ആളുകൾ. ലാ തുൽഹീഹിം, അവരെ ശ്രദ്ധ തിരിച്ച് കളയുന്നില്ല. അൽഹ യുൽഹി എന്ന് പറഞ്ഞാൽ ശ്രദ്ധ തിരിച്ച് കളയുക, അല്ലെങ്കിൽ ലഘുവിലാക്കുക. എന്ത്? തിജാറത്തുൻ, കച്ചവടം. വലാ ബൈഉൻ, ക്രിയ വിക്രയം. പിന്നെ അൻദിക്രില്ല, അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് ക്രിയവിക്രയമോ കച്ചവടമോ അവരെ ശ്രദ്ധ തിരിച്ചു കളയുന്നില്ല. അങ്ങനെയുള്ള ചില ആളുകൾ. വ ഇഖാമിസ്വല, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിൽ നിന്നും. വ ഈതാഇ സകാത്ത്, നിർബന്ധദാനം സകാത്ത് നൽകുന്നതിൽ നിന്നും. യഖാഫൂന, ആ റിജാല് ഭയപ്പെടുന്നു. യൗമൻ, ഒരു ദിവസത്തെ. തതഖല്ലബു ഫീഹി, ആ ദിവസത്തിൽ മാറി മറിയുന്നു. അൽ ഖുലൂബ്, ആ ഹൃദയങ്ങളും. വൽ അബ്സാർ, കണ്ണുകളും. അപ്പൊ കണ്ണുകളും ഹൃദയങ്ങളും മാറി മറിയുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെടുന്നു. സകാത്ത് കൊടുക്കുക, നമസ്കാരം കൃത്യമായി നിർവഹിക്കുക, അള്ളാഹുവിനെ സ്മരിക്കുക എന്നതിൽ നിന്ന് അവരുടെ കച്ചവടമോ ക്രിയവിക്രയമോ അവരെന്ത് ചെയ്യണില്ല? ശ്രദ്ധ തിരിച്ചു കളയുന്നു. അങ്ങനെയുള്ള ചില ആളുകൾ. എന്താ ചില ആളുകൾ? രണ്ടർത്ഥാണ് അവിടെ ഉള്ളത്. ചില ആളുകൾ ഫി ബുയൂത്തിൻ, നേരത്തെ ഒരായത്ത് പറഞ്ഞില്ലേ, ഫി ബുയൂത്തിൻ, ആ വീടുകളിൽ ചില ആളുകളുണ്ട്. രണ്ടാമത്തെ ഒരു അർത്ഥം നമ്മൾ പറഞ്ഞത് യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഖുദുവ്വി വൽ ആസാൽ എന്ന് പറഞ്ഞില്ലേ, രാവിലെയും വൈകുന്നേരവും ആ വീടുകളിൽ, ആ പള്ളികളിൽ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആര്? റിജാലുൻ, കുറച്ചാളുകൾ. ഇനി ഒരൽപ്പം അതിലെന്തെങ്കിലും കിട്ടാത്ത പദമില്ലല്ലോ? ഇല്ല. റിജാലുൻ, ഒന്നാമത്തെ പദം ഏതാണ്? റിജാലുൻ, ആ പള്ളികളിൽ ചില ആളുകളുണ്ട്, അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവും ആ പള്ളികളിൽ ചില ആളുകൾ അള്ളാഹു പിന്നെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും അള്ളാഹ് ഉപയോഗിച്ച എന്താ? റിജാലുൻ. റിജാലുൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, അത് എന്തിന്റെ ബഹുവചനാണ്? റജുലുൻ അല്ലേ? റജുലുൻ എന്ന് അറിയണം നമ്മളായിരിക്കാം? പുരുഷൻ. ഓക്കെ. വിശുദ്ധ ഖുർആനിൽ പുരുഷൻ എന്നുള്ളതിന് മറ്റെന്തെങ്കിലും പദം ഉപയോഗിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അല്ലേ? ദക്കർ എന്ന് ഉപയോഗിച്ചില്ലേ? ദക്കർന്നുണ്ട്. എന്താ തെളിവ്? യൂസിക്കുമുല്ലാഹു ഫി ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ എന്നുള്ള ഉപയോഗിച്ചില്ലേ? അനന്തരാവകാശ നിയമത്തെ സംബന്ധിച്ച് സ്പർശിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ആയത്ത് തന്നെ എന്താ? യൂസിക്കുമുല്ലാഹു ഫി ഔലാദിക്കും, നിങ്ങളുടെ മക്കളെ കാര്യത്തിൽ അല്ലാഹു തആല വസിയത്ത് ചെയ്യുന്നു. എന്താ? ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ. അവിടെ ലിദ്ദക്കരി ആണ്, അനിലെ റജുലി അറിയുന്നതും അല്ലേ? അല്ലേ? ആണിന് പെണ്ണിൻ്റെ 2 അത്ര ഉണ്ട് എന്ന് പറഞ്ഞാൽ പെണ്ണിന് ഉള്ള അതിനെക്കാട്ടിലും അത്രയും കൂടി ആർക്കുണ്ട്?
ആണിനുണ്ട്. അവിടെ അള്ളാഹ് ഉപയോഗിച്ച പദം ദക്കർ ലിദ്ദക്കരി. ഇവിടെ അള്ളാഹ് ഉപയോഗിച്ച പദം റിജാൽ. ഇനി നമ്മുടെ കൊളോക്കിയൽ ഭാഷയിലേക്ക് വരിക. ഷുഐബിനെ പറ്റി ഞാൻ പറയാം. ഓനാളൊരു ആൺകുട്ടി കേട്ടോ, ഓനൊരു റിജാൽ തന്നെയാണ്. എന്തേ പറയാൻ കാരണം? നമ്മളൊക്കെ ആണെന്നല്ലേ, ഇതാ അയച്ചിട്ടാ ഞാനും നിങ്ങളൊക്കെ ആണെന്നല്ലേ അല്ലേ, എല്ലാവരും ഒരേപോലെ തന്നെ. പിന്നെ എന്തേ ഇപ്പോൾ ഓനെ പറ്റി ഈ കൂട്ടത്തിൽ റിജാൽ എന്ന് പറയാൻ കാരണം? മുങ്ങാൻ പോയ നൗഫൽ സലാഹിയെ കൈ പിടിച്ച് പൊന്തിയപ്പോൾ നമ്മളെന്ത് പറഞ്ഞു? പൊന്തിച്ചപ്പോൾ എന്ത് പറഞ്ഞു? ഓൻ ആൺകുട്ടിയാട്ടോ അല്ലേ. ഞാനാ പൊന്തിച്ചെങ്കിലോ അതിൻ്റെ കൂടെ ഞാനോട് പറയും ഓന്, അപ്പം നമ്മൾ പറയും ഓ ആൺകുട്ടിയാണ്. നമ്മളെ പ്രയോഗം അങ്ങനെ ഉണ്ടാവില്ലേ? ഉണ്ട്. ഇനി കുവൈത്തികൾ, ഇവിടുത്തെ ഭാഷ, ഒരു ചെറിയ 2 വയസ്സായ 3 വയസ്സായ കുട്ടി ഒരാളെ തുപ്പാൻ വന്നു. സപ്പോസ് ഒരാളെ തുപ്പാൻ വന്നു. ആയിട്ട് അങ്ങനെയാണല്ലോ, കുട്ടിയേക്ക് പെത്താ ഒരു തുപ്പൂലേ. അപ്പം ഉമ്മ കാണാണ്. ഉമ്മ കണ്ടപ്പോൾ പറഞ്ഞു ഷ്വിയന്ത് അല്ലെങ്കിൽ ഷ്വിഖ് ഹദ റിജാൽ എന്ന് പറയൂലേ. എന്താ ഹദ റിജാൽ എന്ന് പറഞ്ഞാൽ? കുറേ ആളുണ്ടായിട്ടല്ല, അവിടെ ഒരു ആശയുണ്ട്. ആദരിക്കപ്പെടേണ്ട മനുഷ്യനാണ് അയാൾ, അയാളെ തുപ്പരുതിട്ടോ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അവിടെ ഇവര് കൊളോക്കിയൽ ഭാഷ ദക്കർന്ന അല്ല, റിജാൽ. നിങ്ങൾ സംസാര ഭാഷ ശ്രദ്ധിച്ചു നോക്കേണ്ടി. അപ്പം കൊളോക്കിയൽ ഭാഷയാലും പിന്നെ സാഹിത്യ ഭാഷ ഫുസ്ഹാ ഭാഷയാലും റിജാൽ എന്ന് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അകത്തളത്ത് മറ്റൊരു ആശയത്തിൻ്റെ ധ്വനി വരുന്നുണ്ട്, ഒരു ആദരവിൻ്റെ ധ്വനി വരുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ 50 സ്ഥലങ്ങളിൽ റജുലുൻ റിജാലുൻ പോലുള്ള പദപ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. 50 സ്ഥലങ്ങളിൽ. ആ 50 സ്ഥലങ്ങളിലും ദക്കർ നല്ല ഉപയോഗിച്ച്, റിജാലിന വളരെ കുറഞ്ഞ സ്ഥലങ്ങളിലാണ് ദക്കർ ഉപയോഗിച്ച്. അപ്പം ആ റിജാൽ ഉപയോഗിക്കുന്നിടത്തൊക്കെ ഐഹികമായ നേട്ടങ്ങളിലെടുത്ത് റിജാൽ ഉപയോഗിക്കൂല. ലൗകികമായ നേട്ടങ്ങളെപ്പറ്റി പറയുന്നിടത്ത് എന്തില്ല? റിജാലില്ല. അവിടെയൊക്കെ ഇപ്പോൾ ഉദാഹരണമായിട്ട് അനന്തരാവകാശം പറയുന്നിടത്ത് എന്താ? ദക്കർ എന്നുള്ള പ്രയോഗമാണ്. അപ്പം ഐഹികമായ അല്ലെങ്കിൽ ലൗകികമായ എന്തൊക്കെ നേട്ടങ്ങളും കാര്യങ്ങളും ഉണ്ടോ അത്തരം രംഗത്തൊക്കെ വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നത് ദക്കർ എന്ന പദപ്രയോഗമാണ്. റിജാൽ എന്ന് വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നിടത്തോ അവിടെ ഒരു ആദരവിൻ്റെ, ഒരു ബഹുമാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പാരത്രിക നേട്ടത്തിൻ്റെ രംഗത്താണ് എന്തുപയോഗിക്കുന്നത്? റിജാൽ എന്ന പദപ്രയോഗം. ഇവിടെയും അതന്നെയല്ലേ ആണ്. ഇവിടെയും റിജാലുൻ. ആ റിജാലിനെ പറ്റി എന്താ പറഞ്ഞത്? രാവിലെയും വൈകുന്നേരവും അവർ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ പള്ളിയിൽ ചില ആളുകളുണ്ട്. അത്തരം രംഗത്താണ് അല്ലാഹു തആല അത് ഉപയോഗിച്ചത്. ഇനി നോക്കൂ നിങ്ങൾ, മിനൽ മുഅ്മിനീന, മറ്റൊരായത്ത് കാണാം, മിനൽ മുഅ്മിനീന, സത്യവിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട്. സത്യവിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട് ആരുള്ളത്? റിജാലുൻ. ആരുള്ളത്? ചില ആളുകൾ സ്വദഖു മാ അഹദുല്ലാഹി അലൈഹി, അള്ളാഹുവോട് അവർ ഏതൊരു കരാറിൽ ഏർപ്പെട്ടുവോ അത് സത്യസന്ധമായി പുലർത്തുന്ന ഒരു വിഭാഗം ആളുകൾ റിജാലുണ്ട്. ഫമിൻഹും, അവരുടെ കൂട്ടത്തിലുണ്ട്, മൻ ഖളാ നഹ്ബഹു, നേരത്തെ തന്നെ പിന്നെ ഷഹീദായി പോയ ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. വമിൻഹും, അവരുടെ കൂട്ടത്തിലുണ്ട്, മൻ യന്തളിർ, പിന്നെ ഷഹാദത്ത് കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. വമാ ബദ്ദലു തബ്ദീല, അള്ളാഹുവിന്റെ അള്ളാഹുവിനോടും ചെയ്ത ഉടമ്പടിയിൽ അവർ യാതൊരു മാറ്റവും വരുത്തുന്നില്ല. അവിടെ പിന്നെ രണാങ്കളം പോലുള്ള ആ സംഗതിയെ പറ്റിയാണ് പറയുന്നത്. മഹാനായ ഹംസ റളിയല്ലാഹുവിനെ പോലുള്ള ആളുകൾ എന്ത് ചെയ്തു? ആ രണാങ്കളത്തിൽ ഷഹീദായി. അപ്പൊ നബിയോടും അള്ളാഹുവിനോടും അവർ കരാർ ചെയ്താണെന്ത്? യുദ്ധക്കളത്തിൽ നിന്ന് റസൂലുള്ളാഹിന്റെ കൂടെ ഞങ്ങൾ നിൽക്കും, ഒരിക്കലും പിന്തിരിഞ്ഞോടൂല. അങ്ങനെ ആ കരാറ് പൂർത്തിയാക്കി ഷഹാദത്ത് വരിച്ച കൂട്ടരും ഉണ്ട്. ആ കൂട്ടരെ പറ്റി എന്താ അള്ളാഹ് പറഞ്ഞത്? റിജാലുൻ. കണ്ടങ്ങള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ യുദ്ധത്തിന് പങ്കെടുത്ത ആ മഹാന്മാരെ പറ്റിയാണ് എന്ത് പറയുന്നത്? റിജാലുൻ എന്നവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. എന്നാൽ അറബി ഭാഷയിൽ പുരുഷത്വം എന്ന് പറയുന്നതും റിജാൽ റജൂലത്ത് എന്നാണ് പുരുഷത്വം എന്ന് പറയുന്നതിന് അറബി ഭാഷയിൽ പറയാം. എന്തൊക്കെ അർത്ഥത്തിന് ഉപയോഗിക്കേണ്ട? സാധാരണ ഓനൊരാണാണ്. നമ്മൾ പിന്നെ സാധാരണ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെ ഇതിക്ക് എന്താ വരിക? നമ്മളെ തലയിലേക്ക് എന്താ വരിക?
ഓനൊരു ആൺകുട്ടിയാണ്. ഇങ്ങനെ മീശയൊക്കെ പിരിച്ച് പിന്നെ ഇങ്ങോട്ട് മേപ്പോട്ടാക്കി വെച്ച് അല്പമൊക്കെ തടിയുള്ള പിന്നെ അങ്ങനെ അകാരവും ഒക്കെ ഉള്ള ഒരു മനുഷ്യന്റെ ചിത്രമാണ് റിജാൽ എന്ന് പറയുമ്പോൾ ഒരു രാജാവിനെ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് വേണ ഭാവനെ കാണാം. എന്നാൽ അതാണോ റിജാൽ എന്ന് പറയുന്നത്? അല്ല. അല്ലെങ്കിൽ നല്ല ശക്തിയും പവറുള്ള ഗുസ്തിയൊക്കെ എന്താ പറയാ സിമ്മല്ല എന്താ എന്തിനു പോണേ ജിമ്മിന് പോണേ അല്ലേ, ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്ന ആളില്ല. അങ്ങനെയുള്ള ആളുകളെയാണോ റിജാൽ എന്ന് പറയാ ഭാഷയിൽ? അവർക്കൊന്നും വിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ എന്തില്ല, പ്രവാചകന്റെ സുന്നത്തിന്റെ ഭാഷയിലും എന്തില്ല, റിജാൽ എന്ന് പറയില്ല. മറിച്ച് റിജാൽ എന്ന് പറയുന്നത് പാരത്രികമായി എന്തെങ്കിലുമൊക്കെ പിന്നെ നേട്ടം, പാരത്രികമായ കാര്യങ്ങൾ അതിനു വേണ്ടി ഇപ്പൊ ഉദാഹരണമായിട്ട് മൂസാ നബിയുടെ കാലഘട്ടത്തിൽ മൂസാ നബി വജാ റജുലുൻ മിൻ അക്സൽ മദീന, മൂസാ നബി അലൈഹി സ്വലാം പിന്നെ എന്ത് ചെയ്തു, രണ്ടാളുകൾ ഇങ്ങനെ തല്ലുകൂടുന്നപ്പോൾ മുഷ്ടി പിരിച്ചിട്ട് എന്ത് ചെയ്തു, ആ കൈ അങ്ങോട്ട് വെച്ചു കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു, അയാൾ മരിച്ചു. അയാൾ അങ്ങനെ വെച്ചപ്പം മരിച്ചു. പിന്നെ നാട്ടിൽ വലിയ ഒച്ചമ്പിളിയായി. എന്താ, മൂസാ നബിയെ കൊല്ലാൻ വേണ്ടിയുള്ള ഗൂഢാലോചന. അപ്പം ഒരു മനുഷ്യൻ വന്നിട്ട് പറയാൻ മിൻ അക്സൽ മദീന, പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരാൾ ഓടി വരികയാണ്. എന്നിട്ട് പറയാണ് കാല, അയാൾ പറയാണ് യാ മൂസ, ഓ മൂസ, ഇന്നൽ മലഅ യഅ്തമിറൂന ബിക ലിയഖ്തുലൂക ഇന്നി ലക മിനൻ നാസിഹീൻ എന്ന് പറയുന്നുണ്ട്. ആളുകൾ, പ്രമാണിമാരായി നാട്ടിലെ ആളുകൾ നിന്നെ പിന്നെ വധിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്നുണ്ട്, അതുകൊണ്ട് ഇനി സ്ഥലം വിട്ടോ, ഞാൻ നിന്റെ ഉപദേശം നൽകുന്ന ഗുണകാംക്ഷിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇയാൾ വന്നത് എവിടുന്ന, അങ്ങേ പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഓടി വരികയാണ്. നടന്നുകൊണ്ടാണോ വന്നത്? അല്ല, ഓടി വരികയാണ്. എന്തിനാണ് വന്നത്? ഓടി വന്ന എന്തിനാ? ഒരു പ്രബോധകനായ പ്രവാചകനെ രക്ഷിക്കാനുള്ള ആ മനസ്സ്. അതാണ് ഒരു പിന്നെ റിജാൽ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ. അയാൾക്ക് എന്തുണ്ടാവും? സത്യവിശ്വാസം ഉണ്ടാവും. ആ സത്യവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ദീനിനെ സംരക്ഷിക്കാൻ, ദീനിന്റെ വാഹകരെ സംരക്ഷിക്കാൻ അവരെന്തുവരും, മുന്നോട്ട് വരും. അവനാണ് റിജാൽ എന്ന് പറയുന്നത് അല്ലേ. മറ്റേടത്ത് കാണാം വഖാല റജുലുൻ മിൻ ആലി ഫിർഔന യക്തുമു ഈമാനഹു അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ് വഖദ് ജാഅകും ബിൽ ബയ്യിനാതി മിൻ റബ്ബിക്കും. ആ ഫിർഔനിന്റെ ആ സംഭവം നിങ്ങൾക്കറിയാലോ അല്ലേ. ആ ഫിർഔനിന്റെ കൂട്ടത്തിൽപ്പെട്ട തന്നെ ഒരു വിശ്വാസിയായ മനുഷ്യൻ ഫിർഔനിനോട് അയാളുടെ വിശ്വാസം ആദ്യം അയാൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു. അങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ വിശ്വാസിയായ മനുഷ്യൻ ഫിർഔനിനോട് ചോദിക്കുന്നുണ്ട്, ഫിർഔനോടും ആ പിന്നെ ആ പ്രമാണിമാരോട് ചോദിക്കാണ്, ആ തഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, എന്റെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞതിന് നിങ്ങൾ ഒരു മനുഷ്യനെ കൊല്ലാണോ? നിങ്ങൾ ഒരു മനുഷ്യനെ കൊല്ലാണ് എന്ന് പറഞ്ഞാൽ മൂസാ നബിയെ കൊല്ലാണ്. വഖദ് ജാഅകും ബിൽ ബയ്യിനാതി മിർ റബ്ബിക്കും, അദ്ദേഹം ആവട്ടെ നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള വ്യക്തമായ തെളിവുകളായിട്ടാണ് നിങ്ങളടുത്ത് വന്നിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പം ആ വിശ്വാസിയായ മനുഷ്യന്റെ സ്വഭാവം എന്താ വിശുദ്ധ ഖുർആൻ പറയുന്നത്? ഏത് രാജാവിന്റെ മുമ്പിലും സത്യം സത്യമായി തുറന്നു പറയാനുള്ള ത്രാണി. അതാണ് എന്ത് റിജാൽ എന്ന് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള മറ്റൊരു ക്വാളിഫിക്കേഷൻ അല്ലേ. അപ്പൊ നമുക്കൊക്കെ ചിലപ്പോൾ ഇതുണ്ടാവും, നമ്മുടെക്കൊക്കെ ഒരുപാട് പ്രേരണകളും പ്രതിസന്ധികളും അതേപോലെ തന്നെ പ്രലോഭനങ്ങളും, നമ്മളെ മനസ്സിന്റെ തന്നെ പ്രലോഭനം ഉണ്ടാവും. അത് ചെയ്യാൻ ഇത് ചെയ്യാൻ നമ്മളിങ്ങനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കും നമ്മളെ ദേഹേച്ഛകള്. അപ്പം അവിടെയൊക്കെ അതിന്റെ മുന്നില് പിന്നെ അവിടെയൊക്കെ കരുത്ത് കാണിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ റിജാൽ എന്ന് പറയുന്നത്. അതാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിൽ പറയുന്നത്, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. നിങ്ങള് അല്ലേ, റിജാലുൻ, ആ മനുഷ്യന്മാരുടെ സ്വഭാവം എന്ന് പറയുന്നത് അവരെ ശ്രദ്ധ തിരിച്ചു കളയൂല. അവർക്ക് എപ്പോഴും ശ്രദ്ധ ഉണ്ടാവും. എന്തിന്? അള്ളാഹുവിനെ ഓർമ്മിക്കാനും നമസ്കാരം കൃത്യമായി നിർവഹിക്കാനും സകാത്ത് കൊടുക്കാനും ഒക്കെ അവർക്ക് എപ്പോഴും ഉണ്ടാവും. അതിൽ നിന്നും അവരെ ശ്രദ്ധ പോവില്ല എന്നുള്ളതാണ്. അപ്പം ബാഹ്യമായി ഒരുപാട് പ്രലോഭനങ്ങളും അതേപോലെ തന്നെ ദേഹേച്ഛകളുടെ കടന്നു കയറ്റവും ഒക്കെ ഉണ്ടാകുമ്പോഴും അവർക്ക് അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണ ഉണ്ടാവും. അവരാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള റിജാൽ എന്ന് പറയുന്നത് അല്ലേ. ഇത് വിശ്വാസത്തിന്റെ കാര്യത്തിലും
ഒക്കെ നമുക്ക് എന്ത് വേണം? ആ ഒരു വിശ്വാസം എപ്പോഴും നമ്മളെ മുന്നിലാവണം. അങ്ങനത്തെ ആളുകൾക്ക് എന്ത് പറയുള്ളൂ? റിജാൽ എന്ന് പറയുള്ളൂ എന്നുള്ളതാണ് നാം മനസ്സിലാക്കുക. ഒരിക്കൽ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അബൂ താലിബ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു എന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖാൽ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി വര്യനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിനോട് എന്ത് ചെയ്തു? ഒരു മരത്തിൽ കയറിയിട്ട് എന്തോ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് ആരാ? മഹാപണ്ഡിതനാ, സഹാബി വര്യന്മാരിൽപ്പെട്ട മഹാപണ്ഡിതനാ. അതീവ സുന്ദരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തിയാണ് ആര്? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്. ആ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിനോട് റസൂലുള്ളാഹ് മരത്തിൽ കയറിയിട്ട് എന്തോ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ മരത്തിൽ കയറിയപ്പം ഇയാളെ ഈ ചെള്ളിക്കാല് കണ്ടിട്ട് സാബികളൊക്കെ അടിച്ചിരിക്കാൻ തുടങ്ങി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാക്കുണ്ട്, അതഅജബൂന മിൻ ദിക്കത്തി സാഖൈ. ആ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന്റെ ആ ചെള്ളിക്കാല് കണ്ടിട്ടാണോ നിങ്ങൾ ഇങ്ങനെ അത്ഭുതപ്പെട്ട് ചിരിക്കുന്നത്? ഇന്നഹുമാ അസ്കലു ഫിൽ മീസാൻ മിൻ ജബലിൽ ഉഹദ്. ഉഹദ് മലയേക്കാൾ നാളെ കർമ്മങ്ങൾ തൂക്കുന്ന തുലാസിൽ കനം തൂങ്ങുന്നതാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന്റെ ഈ രണ്ട് ചെള്ളിക്കാലം. അപ്പം ആ മനുഷ്യനെ പറ്റിയാണ് എന്ത് പറഞ്ഞത്? റിജാൽ എന്ന് പറയുന്നത്. നോക്കി നിങ്ങള്. അപ്പം മനുഷ്യന്റെ ഈ ആകൃതിയോ ആ പിന്നെ ആ നെഞ്ഞുന്തലോ അല്ലെങ്കിൽ ഓന്റെ ശക്തിയോ ഓന്റെ അതൊന്നും അല്ല. വിശുദ്ധ ഖുർആൻ പറയുന്ന റിജാൽ എന്താണ്? മനുഷ്യന്റെ വിശ്വാസവും അവന്റെ ആ സൂക്ഷ്മതയുമാണ് എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ മറ്റിടത്ത് പറയുന്നത് കാണാം, ഫിത്നകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾക്കൊക്കെ ചിലപ്പോൾ നമ്മൾ റിജാലാണോ അല്ലെന്ന് തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ്. കുഴപ്പമുണ്ടാകുമ്പോൾ പരീക്ഷണ ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ആ സത്യത്തിൽ നമ്മൾ പിന്മാറി നിൽക്കുന്നുണ്ടോ? അതല്ല, ആ പരീക്ഷണത്തെ ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇപ്പൊ ഉദാഹരണമായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, ഖാല റജുലാനി മിനല്ലദീന യഖാഫൂന. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആ രണ്ട് ആളുകൾ പറയാണ്, അൻഅമല്ലാഹു അലൈഹിമ, അള്ളാഹു അവർക്ക് അനുഗ്രഹം ചെയ്തിട്ടുണ്ട്, ഉദ്ഖുലു അലൈഹിമുൽ ബാബ്, നിങ്ങൾ അവര് നേരെ ഗേറ്റ് കടന്നുകൊണ്ട് അവരുടെ നേരെ ചെല്ലുക. മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് മൂസാ നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ ജനതയോട് അർദുൽ മുഖദ്ദസ, ആ ഫലസ്തീനിലേക്ക് കടന്നു ചെല്ലാൻ പറയുന്നുണ്ട്. ആ രംഗത്ത് അവർ പറയാണ്, ആ അർദുൽ മുഖദ്ദസത്തിൽ ജബ്ബാരിയങ്ങളായ കൗമൻ ജബ്ബാരി, വളരെ പരാക്രമികളായ ഒരു ജനവിഭാഗമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കാണ്ട് കടന്നു പോകാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബിയുടെ അനുയായികളിൽപ്പെട്ട രണ്ട് വിശ്വാസികളായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന രണ്ടാളുകൾ പറയുന്ന വാക്കാണെന്ത്? നിങ്ങൾ ഗേറ്റ് കടന്നുകൊണ്ട് അവരുടെ നേരെ കടന്നില്ല. അങ്ങനെ നിങ്ങൾ കടന്നു ചെന്നാൽ നിങ്ങൾ എന്താണ്? അവരെ അതിജയിക്കുന്നവരാണ്, നിങ്ങൾക്ക് വിജയം കിട്ടും. പിന്നെ പറയുന്നത് എന്താ? വഅലല്ലാഹി ഫതവക്കലു, അള്ളാഹുവിൽ മാത്രം നിങ്ങൾ പരമേൽപ്പിക്കുകയും ചെയ്യുക. ഇൻ കുൻതും മുഅ്മിനീൻ, വിശ്വാസികളാണെങ്കിൽ. അപ്പൊ നോക്കി, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആ രണ്ട് പേര് എന്നുള്ളതിന് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചെന്താ? റജുലാൻ, റജുലാൻ. അതാണ് റിജാലുല്ലാ തുൽഹീഹിം എന്ന് പറഞ്ഞിടത്തുള്ള യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ എന്ന് പറഞ്ഞിടത്തുള്ള രഹസ്യം അതാണ്. ഒരിക്കൽ മഹാനായ ഖാലിദ് ബിൻ വലീദ്, അദ്ദേഹം ഹൈറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഉപരോധിക്കാൻ അങ്ങനെ അന്നത്തെ ഭരണാധികാരി അബൂബക്കർ റളിയല്ലാഹുവിനോട് അതിനെ ഉപരോധിക്കാൻ വേണ്ടി കുറച്ചുകൂടി പട്ടാളക്കാരെ സൈന്യത്തെ അയച്ചു തരാൻ വേണ്ടി പറഞ്ഞു. മഹാനായ അബൂബക്കർ ഒരൊറ്റ ആളായിട്ട് പറഞ്ഞയച്ചു. ആരെയുന്നത്? കഅബിന് അംർ അത്തമീമി എന്ന് പറയുന്ന കഅബ് എന്ന് പറയുന്ന ആ സ്വഹാബിയെ പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു പറയാണ്, ലാ യഹ്സിമു ജയ്ഷുൻ ഫീഹി മിത്ലു. കഅബിനെ പോലുള്ള ഒരൊറ്റ ആള്, ഒരു റജുല് അവിടെ ഉപയോഗിച്ച്, അബൂബക്കർ റളിയല്ലാഹു ഉപയോഗിച്ച പദം റജുലുൻ, കഅബിനെ പോലുള്ള ഒരു റജുലുള്ള സൈന്യം പരാജയപ്പെടൂല. എന്നിട്ട് പറയും എന്ത്? അദ്ദേഹം പറയാറുണ്ടായിരുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഖലീഫ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലസൗത്തുൽ ഖഅഖാഇ ഫിൽ ജയ്ഷി ഖൈറുൻ മിൻ അൽഫി മുഖാതിൽ. 1000 പോരാളികളെക്കാൾ ഉത്തമനാണ് ആര്? ഈ കഅഖാഇന്റെ ഒരൊറ്റ ശബ്ദം. അപ്പൊ നോക്കി നിങ്ങള്, അവിടെ വിശുദ്ധ ഖുർആൻ
പിന്നെ ഖലീഫ അബൂബക്കർ റളിയല്ലാഹു ഉപയോഗിച്ചത് ഈ കഅക്കാവിനെ പറ്റി റജുലുൻ എന്നാണ് അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥങ്ങൾക്ക് മനസ്സിലായില്ലേ? അത്ര വലിയ ആൾക്കാണ് എന്ത് പറയാ റജുലുൻ എന്ന് പറയുന്നത്. മഹാനായ അംർ ഇബ്നുൽ ആസ് അമീർ മുഅ്മിനീൻ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലഘട്ടത്ത് പിന്നെ മസ്ർ കീഴടക്കാൻ വേണ്ടി ഒരുപാട് സൈന്യത്തെ വേണം. അപ്പൊ സൈന്യത്തെ അയക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? 4000 പട്ടാളക്കാരെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പോരാ, കുറച്ചുകൂടി വേണം ആ ഈജിപ്ത് കീഴടക്കാൻ എന്ന് പറഞ്ഞപ്പോ പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് പറയാണ്, ഞാൻ നിനക്ക് 4000 ആളുകൾ അയച്ചു തന്നിട്ടുണ്ട്. പുറമെ ഈ 4000-ത്തോടൊപ്പം 4 വേറെ ആളുകളെയും അയച്ചു തന്നിട്ടുണ്ട്. ആരാണ് ആ 4 ആളുകള്? ആ 1000-ന് പകരമാണ് ഈ ഒരാൾ. ആരൊക്കെയാണത്? ജുബൈർ ബിൻ അൽ-അവ്വാം, മിഖ്ദാദ് ബിൻ അംർ, ഉബാദത്ത് ബിൻ സാമിത്ത്, മസ്ലമ എന്ന് പറയുന്ന ഈ 4 സഹാബികൾ ഈ 1000-ന് തുല്യമാണ്, അവര് മതി എന്ന് ആര് പറയാണ്? ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് പറയാണ്. അവിടെ റിജാലും കണ്ടങ്ങള് ചരിത്രത്തിലൊക്കെ പറയണത് ആ രൂപത്തിലാണ്. ഇനി നമ്മുടെ നാട്ടിലേക്ക് നിങ്ങൾ വന്ന് നോക്കൂ, എത്ര മനുഷ്യന്മാർ നമ്മളെ കേരളത്തിൽ ജനിച്ച് ജീവിച്ച് പിന്നെ മരിച്ചു പോയിട്ടുണ്ട്. അതിൽ ചില ആളുകൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓർക്കും, ചില ആളുകൾ ഞാൻ എപ്പോഴും ഓർക്കും. ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, മഹാനായ CH മുഹമ്മദ് കോയ എല്ലാവരും ഓർക്കില്ല നിങ്ങള്? എത്ര ഭരണാധികാരികൾ ഇവിടെ കടന്നുപോയിട്ടുണ്ട്, എത്ര കടന്നുപോയിട്ടുണ്ട്. പക്ഷേ അയാൾ റിജാലാണ്. ആരാ? അനുയായികളല്ല പറയുന്നത്, ശത്രുക്കൾ പോലും. ഇന്ന് ശത്രുക്കൾ അടുത്ത കാലത്ത് വരെ പത്രത്തിൽ വന്നു, ഒരു അമ്പലത്തിന് വേണ്ടി അതിന് ലൈസൻസ് കൊടുത്തത് ആരാ? ഈ CH ആണ്. അപ്പൊ നോക്കി നിങ്ങള്, ആ ശത്രുക്കളോട് പോലും ഈ രൂപത്തിൽ പെരുമാറാൻ പിന്നെ ഇതിൽ ത്രാണി ഉണ്ടായത്. അതാണ് റിജാലുൻ എന്ന് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ കുറേ മെമ്പർമാരെ അല്ല ആവശ്യം, നമ്മുടെ സൊസൈറ്റിയിലെ കുറേ അംഗങ്ങൾ മെമ്പർഷിപ്പ് അല്ല ആവശ്യം, മറിച്ച് ഒരു റിജാലാണ് ആവശ്യം. കാരണം എന്താ? തെഞ്ചേടമുള്ള ആളുകൾക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന, അദ്ദേഹം പറഞ്ഞാൽ ആളുകൾ സ്വീകരിക്കുന്ന, ആ രൂപത്തിൽ ഭക്തിയുള്ള നീതിമാനായ ഒരു ഭരണകർത്താവാണ്, ഒരു നായകനെയാണ് സമൂഹത്തിന് എല്ലായിടത്തും ആവശ്യമുള്ളത്. ഇതാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ഫിത്തനകളൊക്കെ സംഘടനകളിലും അല്ലാത്തയിടത്തൊക്കെ വരുന്നത്. നിങ്ങൾ ഏത് സംഘടന എടുത്തൊക്കെ അവിടേക്ക് എന്തുകൊണ്ട് വരുന്നു? ഈ പറയണ റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ, ആ ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ല. ഈ ക്വാളിഫിക്കേഷൻ ആളൊക്കെ നല്ല നല്ല പണക്കാരനായിരിക്കും, നല്ല രാഷ്ട്രീയ നേതാവായിരിക്കും, അല്ലെ, കുഞ്ചിസ്ഥാനത്ത് നിൽക്കുന്നവനായിരിക്കും, അതൊക്കെ ശരി. പക്ഷെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ ക്വാളിഫിക്കേഷൻ നഷ്ടപ്പെടുന്നു എന്നതാണ് നമുക്ക്. അപ്പം മുസ്ലിം സമുദായത്തിന് ഈ രൂപത്തിലുള്ള ഉൾക്കാഴ്ചയുള്ള ഇന്ന് ഒരു 50 കൊല്ലം കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന സംഗതി ഇന്ന് നോക്കിക്കാണാൻ സാധിക്കുന്ന രൂപത്തിലുള്ള നേതാക്കളാണ് നമുക്ക് വേണ്ടത്. പ്രതിസന്ധികളിൽ ഞാനില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞിക്കണല്ല. റോഡ് കേടുന്നപ്പോ എന്താ പറഞ്ഞത്? പുതിയ റോഡില്ലേ എന്നെ കേടുന്നപ്പോ എന്താ പറഞ്ഞത്? ഞാനും ഇല്ല, ചൗക്കത്തും ഇല്ല, രണ്ടാളും കഴിഞ്ഞു അല്ലേ? ആ രൂപത്തിലാണ് പ്രതിസന്ധി ഘട്ടത്തിൽ ഞാനതിൽ ഉത്തരവാദിയാണെന്ന് പറയാൻ സാധിക്കണ നേതൃത്വമാണ് ലോകത്തിന് ആവശ്യം. അതാണ് റിജാലുൻ എന്ന് പറഞ്ഞത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അയാള് മദീന മുനവ്വറയിൽ ഇങ്ങനെ ഒരു വീട്ടിലിരിക്കുകയാണ്. അപ്പൊ ആ വീട്ടിൽ അയാളോടൊപ്പം ഉമർ ഇബ്നുൽ ഖത്താബിനോടൊപ്പം കുറെ സഹാബിമാരുണ്ട്, കുറെ കൂട്ടുകാരുണ്ട്. അപ്പോൾ ആ കൂട്ടുകാരോട് ഉമർ റളിയല്ലാഹുവിനെ ചോദിച്ചു, തമന്നൗ നിങ്ങളൊക്കെ മോഹിച്ചോളി, എന്താ വേണ്ടൊക്കെ ആഗ്രഹിച്ചോളിയാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, നമ്മളിപ്പോൾ ഇരിക്കണ വീടില്ലേ, അത് മുഴുവൻ നിറയെ സ്വർണ്ണാവണം, എന്നിട്ട് ആ സ്വർണ്ണമായിട്ട് എനിക്കതിങ്ങനെ വിതരണം ചെയ്യണം. പിന്നെ പറഞ്ഞു, വേറെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? തമന്നോ, നിങ്ങൾ ആഗ്രഹിച്ചോളി, മോഹിച്ചോളി. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു, ഈ നമ്മളിരിക്കണ വീട് രത്നങ്ങളും ലുഅ്ലുഉം മുത്തുകളും സബർജദും ജൗഹറും പിന്നെ വിലപ്പെട്ട രത്നങ്ങളും ഒക്കെ ആയാൽ അത് ചെലവഴിക്കുകയും അത് ദാനം കൊടുക്കുകയും ചെയ്യാമായിരുന്നു എന്ന്. വീണ്ടും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തമന്നോ, നിങ്ങൾ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യും. ഇനിയെന്താ ഇതിലപ്പുറം ഞങ്ങൾക്ക് എന്താ ആഗ്രഹിക്കാനുള്ളത് അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് ചോദിച്ചു. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ കാണുന്നത്
ഞാൻ ചില റിജാലുകളെയാണ് ഞാൻ കൊതിക്കുന്നത്. എന്താണ്? മിസ്ല അബി ഉബൈദ ഇബ്നുൽ ജറാഹ്, സഹാബിയായ അബൂ ഉബൈദത്തുൽ ജറാഹിനെ പോലെ, മുആദ് ഇബ്നു ജബലിനെ പോലെ, സാലിം മൗല അബി ഹുദൈഫയെ പോലെ ആ രൂപത്തിലുള്ള സഹാബി വര്യന്മാരാണ് നമുക്ക് ആവശ്യം. കുറെ സമ്പത്തല്ല, കുറെ സമ്പത്ത് കുന്നുകൂട്ടലല്ല. അതുണ്ടെങ്കിൽ അത് ചെയ്യുന്ന സമ്പത്ത് ഉണ്ടായൊക്കെ ആവുമെന്ന് വിചാരിക്കണമെങ്കിൽ ഇല്ല. ഈ ത്രാണിയുള്ള റിജാലാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നാണ്. അപ്പൊ സ്വർണത്തെക്കാൾ വില പിടിച്ച രത്നത്തെക്കാൾ മൂല്യമുള്ള അസായ ഒരു കാര്യമാണിത്, ഇത്തരത്തിലുള്ള മനുഷ്യന്മാർ എന്ന് പറയുന്നത്. അല്ലേ? നമ്മള് ആയുധത്തിന് നമ്മളിങ്ങനെ മൂർച്ച കിട്ടും. ആയുധം നല്ല മൂർച്ചൊക്കെ ഉണ്ടാവും. ഒരുപാട് വിമാനവാഹിനി കപ്പലുകൾ, ഞങ്ങളുടെ രാജ്യത്തിന് ഇത്ര ആയുധം ഉണ്ടാകുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട് പറയും. പക്ഷേ മനസ്സിന് മൂർച്ച ഉണ്ടാവില്ല. നമുക്ക് വേണ്ടത് മാനസികമായി മൂർച്ച ലഭിക്കുന്ന തഖ്വയുള്ള ആളുകളെയാണ്. അതാണ് നമുക്ക് വേണ്ടത്, അതാണ് നമുക്ക് നഷ്ടപ്പെട്ടുള്ളത്. അപ്പോൾ ഒരു അധ്യാപകനായാലും വിദ്യാർത്ഥിയായാലും അവന് വേണ്ടത് കുറെ പുസ്തകങ്ങളിലുള്ള അറിവല്ല. കുറെ പുസ്തകങ്ങളിൽ കുറെ അറിവുണ്ട്, ഖുർആനിലും സുന്നത്തിലൊക്കെ ഒരുപാട് അറിവുണ്ട്. മറിച്ച് ആ പുസ്തകങ്ങളിലുള്ള അറിവ് അവന്റെ കൽബിൽ ഇങ്ങോട്ട് ആലേഖനം ചെയ്ത് കൊത്തിവെക്കണം. അങ്ങനെ തെക്കുവെള്ള അങ്ങനെയുള്ള വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ലോകത്തിന് ആവശ്യമായിട്ടുള്ളത്. അത് നഷ്ടപ്പെട്ടതാണ് എന്താ? റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ എന്ന ക്വാളിഫിക്കേഷൻ നഷ്ടപ്പെട്ടതാണ് ഇന്ന് കാണുന്ന ഫിത്നകൾക്കൊക്കെ കാരണം. ഇസ്ലാമിക ശരീഅത്തിൽ റിജാലിനെ തൂക്കിക്കണക്കാക്കാനുള്ളത് സമ്പത്തല്ല, അയാളിരിക്കുന്ന സ്ഥാനല്ല. ചിലപ്പോൾ ജോലിയിൽ ഉന്നത മുതിർലാമോ എന്തെങ്കിലും ഇനി അതിനും വലിയ പോസ്റ്റ് ഉണ്ടെങ്കിൽ അതോ IAS കാരനോ CA കാരനോ വലിയ ദക്തൂറൊക്കെ ആയിരിക്കും. അതൊന്നുമല്ല. മറിച്ച് ഉത്കൃഷ്ടമായ പുണ്യം ലഭിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ ചെയ്യുക, നല്ല സ്വഭാവം ഉണ്ടായിരിക്കുക, ശക്തമായ വിശ്വാസത്തിന്റെ ഉടമയായിരിക്കുക. ഇതാണ് റിജാലുൻ എന്നത് ഇസ്ലാമിക ശരീഅത്തിൽ അളന്നു നോക്കാനുള്ള ഇത്. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നിനക്കുമ്പോൾ അതിന്റെ അരികെ ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നുപോയി. അപ്പൊ സഹാബത്തിനോട് റസൂലുള്ളാഹി ചോദിച്ചു, ഈ കടന്നുപോയ ആളെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അപ്പൊ ഒരാൾ പറയാണ്, അവര് പറഞ്ഞു, കാലു സഹാബത്ത് പറഞ്ഞു, അയാളെങ്ങാനും വിവാഹം കഴിച്ചാൽ ഉടനെ തന്നെ അയാൾക്ക് കെട്ടിച്ചു കൊടുക്കും. കാരണം അയാൾ യോഗ്യനാണ്. മാത്രല്ല അയാള് എന്തെങ്കിലും പറഞ്ഞാൽ റെക്കമെൻഡ് ചെയ്താൽ ആ റെക്കമെൻഡ് അപ്പടിയാണ് പാസ്സാക്കും, അത് സ്വീകരിക്കപ്പെടും. അയാള് സമൂഹത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് അപ്പടി അങ്ങോട്ട് സ്വീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുണ്ടില്ല. മറ്റൊരു മനുഷ്യൻ, ഒരു ഫക്കീറായ മുസ്ലിംകൾപ്പെട്ട ഫക്കീറായ മനുഷ്യൻ ഇങ്ങനെ കടന്നുപോയി. അപ്പോൾ ഇയാളെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാന്ന് ചോദിച്ചു. അപ്പൊ നേരെ തിരിച്ചു പറഞ്ഞു, അയാൾ വിവാഹം അന്വേഷിച്ചാൽ ഒറ്റ കുട്ടിയോന് കെട്ടിച്ചു കൊടുക്കൂല, അല്ലേ? അയാൾ എന്തെങ്കിലും ശുപാർശ റെക്കമെൻഡ് ചെയ്ത് ആരും സ്വീകരിക്കൂല സമൂഹത്തിൽ. അയാൾ എന്തെങ്കിലും പറഞ്ഞാൽ ആരും കേൾക്കൂല. അങ്ങനെയുള്ള മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ മനുഷ്യല്ലേ, ആരും കേൾക്കൂല, അയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞില്ലേ, അവനാണ് ഹാദാ ഖൈറും മിൻ മിൽകിൽ അർളി മിൻ മിസ്ലി ഹാദാ. നേരത്തെ നിങ്ങൾ പറഞ്ഞവനേക്കാൾ ഭൂമി നിറയെ അതിനേക്കാൾ ഉത്തമം ഈ ഫക്കീറായ മനുഷ്യനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നോക്കിങ്ങൾ, ഒരു മനുഷ്യനെ വിലയിരുത്തുന്നത്, ഒരു റിജാലിനെ വിലയിരുത്തുന്നത് അയാളുടെ തെക്കുവ നോക്കിയിട്ടാണ്, അയാളുടെ ഈമാനിന്റെ ശക്തി നോക്കിയിട്ടാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമ്മൾ നിയലിച്ച് കാണുന്നത്. നബിക്ക് കുറെ സമ്പത്തുണ്ടായിരുന്നു? ഇല്ല. ഒരു നേരം ഭക്ഷണമില്ലാതെ എത്ര ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്, അല്ലേ? ആലോചിച്ച് നോക്കുങ്ങള്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുഹമ്മദ് ഇനി എൻ്റെ മതം ഒഴിവാക്കണം, ഞങ്ങൾ എനിക്ക് വേണ്ടതൊക്കെ തരാം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറയാണ്, ലൗ വദഉ അശ്ശംസ ഫീ യമീനി, സൂര്യനെ പിടിച്ചവർ എൻ്റെ വലം കയ്യിൽ വെച്ചാലും, വൽ ഖമറ ഫീ യസാരി, ചന്ദ്രനെ എൻ്റെ ഇടം കയ്യിൽ വെച്ചാലും, അല അന്നത്രുക ഹാദൽ അംർ, ഈ ദീനിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മാ തറക്തു, ഈ ദീനിൽ നിന്ന് വിട്ടു പോകണ പ്രശ്നമേ ഇല്ല. ഹത്താ യദ്ഹറഹു അല്ലാഹു ഔ ഉഹ്ലിക ഫീ, ഒന്നുകിൽ അല്ലാഹു ആ ദീനിനെ ജയം നൽകും, അല്ലെങ്കിൽ അല്ലാഹു തആല ദീനിലൂടെ എന്നെ മരിപ്പിക്കും. അതുവരെ ദീനിൽ നിന്ന് പിന്തിരിഞ്ഞു പോകണ പ്രശ്നമേ ഇല്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് പ്രഖ്യാപിക്കും. ഈ പ്രഖ്യാപനമാണ് നമുക്ക് ആവശ്യം. ആരുണ്ട് നമ്മൾ ഇങ്ങനെ പ്രഖ്യാപിക്കാൻ?
ഒരു കുറ്റിയില്ല എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കൂ, മസ്ജിദ് ദിറാർ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ഹിജ്റ വരുമ്പോൾ ആദ്യമായി ഉണ്ടാക്കിയ പള്ളി ഏതാ? കുബ. ആ കുബായിന്റെ അടുത്ത് മുനാഫിക്കുകൾ ഒരു പള്ളി ഉണ്ടാക്കി അല്ലേ? മുനാഫിക്കുകൾ ആളുകളെ അങ്ങോട്ട് ആകർഷിക്കാണ്ട് അതിന് പേരാണ് മസ്ജിദ് ദിറാർ. അപ്പൊ ആ മസ്ജിദുൽ ദിറാറിൽ നബിയെ താങ്കൾ നമസ്കരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആയത്തിറങ്ങുന്നുണ്ട്. ലാ തഖും ഫീഹി ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, തെക്കുവയിൽ അധിഷ്ഠിതമായി നിർമ്മിച്ച ആ പള്ളിയാണ് മിൻ അവ്വലി യൗമിൻ അഹഖ്വ അൻ തഖുമ, നബിയെ താങ്കൾക്ക് നമസ്കരിക്കാൻ ഏറ്റവും യോഗ്യമായിട്ടുള്ളത്, അവകാശപ്പെട്ടിട്ടുള്ളത്. എന്നിട്ടും അള്ളാഹ് പറയാം ഫീഹി, ആ മസ്ജിദ് കുബായിലുണ്ട് റിജാലുൻ, കണ്ടങ്ങള് റിജാലുൻ, ചില ആളുകളുണ്ട് യുഹിബ്ബൂന യതതഹറു, അവര് പിന്നെ ശുദ്ധി കൈവരിക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. എന്ത് ശുദ്ധിയാണത്? നമ്മളെ ശാരീരികവും ഒക്കെ ഉള്ള ഉദുവൊക്കെ ഉണ്ടാക്കുന്ന പോലെ ശുദ്ധിയും മനസ്സിന്റെ ശുദ്ധിയും, ശിർക്ക് ബിദഅത്ത് പോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതിനൊക്കെ മനസ്സ് ശുദ്ധിയാകുന്ന ചില ആളുകൾ അതിലുണ്ട്. വല്ലാഹു യുഹിബ്ബുൽ മുതതഹിരീൻ, ഇങ്ങനെ ശുദ്ധിയുള്ള ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അപ്പം ഒരു റിജാൽ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ മറ്റൊരു ക്വാളിഫിക്കേഷൻ, അവൻ ശുദ്ധിയുള്ളവനാണ്. രണ്ട് രൂപത്തിലുള്ള ശുദ്ധി, ശാരീരികമായും മാനസികമായും. എന്ന് പറഞ്ഞാൽ ശിർക്ക് പോലുള്ള ഇത് അവൻ്റെ അടുത്തുനിന്ന് ഉണ്ടാവില്ല. രണ്ടാമത്തെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഓന് റബ്ബിന്റെ മൻഹജിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മാറ്റും അതിലുണ്ടാവില്ല അല്ലേ? അതിനൊരു സംഭവം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയാണ്, മൻ സഅലല്ലാഹ ഷഹാദ, ആരെങ്കിലും ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ഷഹീദാവണം എന്ന് പ്രാർത്ഥിച്ചാൽ, ബിസിദ്ഖിൻ, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ, വല്ലഹുല്ലാഹ്, അള്ളാഹു ആ ഷഹാദത്ത് അവൻ എത്തിച്ചു കൊടുക്കും. എന്താ? മനാദില ശുഹദ, ആ ശുഹദാക്കളുടെ സ്ഥാനത്ത് അള്ളാഹു അവൻ എത്തിച്ചു കൊടുക്കും. വലഹു മാത്ത അല ഫിറാശി, ഓന്റെ കടപ്പറയിൽ ആ വിരിപ്പിൽ വെച്ചിട്ടാണ് മരിക്കണമെങ്കിലും ശുഹദാവിന്റെ സ്ഥാനത്ത് അള്ളാഹു എത്തിച്ചു കൊടുക്കുന്ന. ഇത് ഇമാം മുസ്ലിം ഒക്കെ ബുഖാരിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഒരിക്കൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവസാനത്തെ ഹജ്ജ് ചെയ്യാൻ, അങ്ങനെ അവസാനത്തെ ഹജ്ജ് ചെയ്യുമ്പോൾ അർഫയിലെ അബ്തൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുണ്ട്, ഒരു ഉയർന്ന സ്ഥലം. അവിടെ പോയിട്ട് പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കൈ നീട്ടി ഇങ്ങനെ മറ്റൊരാൾ കേൾക്കുന്ന ശബ്ദത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണ എന്താ? ഇതാണ്, പടച്ചോനെ എൻ്റെ ഭരണീയരൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ അനുയായികളൊക്കെ അവിടെയും ഇവിടെയൊക്കെ പരന്നു, എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യം ഒരുപാട് പരന്നു പോയിട്ടുണ്ട് അല്ലേ, വിശാലമായിട്ടുണ്ട്. അവിടെയൊക്കെയാണ് എൻ്റെ അനുയായികളുള്ളത്. അതേപോലെ എൻ്റെ എല്ലൊക്കെ ക്ഷയിച്ചിട്ടുണ്ട് പടച്ചോനെ, ആക്കെ നുരുമ്പി പോകാനായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ അവധി എത്തിയിട്ടുണ്ട് പടച്ചോനെ, അതുകൊണ്ട് ഇന്നൊന്ന് പിടിക്കണേ റബ്ബേ, ഇന്നലേക്ക് ബുദ്ധിമുട്ടാക്കാതെ എന്നെ മരിപ്പിക്കണേ എന്ന് പറഞ്ഞപ്പോൾ, എന്നിട്ട് ആ ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഷഹാദത്തൻ ഫീ സബീലിക്, അള്ളാഹുവേ നിന്റെ മാർഗത്തിൽ ഷഹീദാണ് ഞാൻ എന്നോട് ആവശ്യപ്പെടുന്നത്, ഷഹാദത്ത് തരണേ. അതും എവിടാവണം? വമൗത്തൻ ഫീ ബലദി റസൂലിക, നിന്റെ റസൂലിന്റെ നാട്ടിൽ അഥവാ മദീനയിൽ വെച്ച് ഷഹീദാക്കി തരണേ. അപ്പൊ സഹാബത്തിൽ ചില ആളുകൾ ഇത് കേട്ടിട്ട് ചോദിക്കും, അമീറുൽ മുഅ്മിനീൻ, അന്ന് മദീന എന്ന് പറയുന്നത് വളരെ സുരക്ഷിതമാണ്, ബോർഡറൊക്കെ വളരെ സുരക്ഷിതമാണ്, ഒരാൾക്കും അത് കടന്നു തരാൻ പറ്റൂല. അങ്ങനെയുള്ള ബോർഡർ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക്, ബോർഡറിലേക്ക് യുദ്ധം ചെയ്യാൻ പോകാതെ എങ്ങനെ പിന്നെ നിങ്ങൾ ഷഹീദാവുക അമീറുൽ മുഅ്മിനീൻ എന്ന് സഹാബത്ത് ചോദിച്ചപ്പം അദ്ദേഹം പറയാണ്, അള്ളാഹ് ഉത്തരം നൽകും, എനിക്ക് അള്ളാഹ് ഉത്തരം നൽകാനാണ് ഞാനിത് ചോദിച്ചത്. അതും പറഞ്ഞ് ആ ഹജ്ജും പിന്നൊക്കെ നിർവഹിച്ച് മദീനയിലേക്കാണ് പോയി. അതാ ഏതാനും ദിവസങ്ങളെ കൊണ്ട് ഒരു ദിവസം സുബഹിസ്കരിക്കുമ്പോൾ ഒരാൾ വന്ന് ആരെ വധിക്കാണ്, കുത്താണ് അല്ലേ, കള്ളക്കെട് കുത്തിയിട്ട് അവിടെ ഒരു വീടാണ്. അപ്പം പിന്നെ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ചിലർ. വെള്ളം കുടിച്ചപ്പോൾ വെള്ളം കുടലിങ്ങോട്ട് മുറിഞ്ഞിട്ട് ആ മുറിവിന്റെ ഭാഗത്തിലൂടെ വെള്ളം ഇങ്ങനെ പിന്നെ പമ്പടിക്കും പോലെ പുറത്തു വരാം. അങ്ങനെ ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് മകൻ ഒരു തലയണ, അബ്ദുല്ലാഹ് ബിൻ ഉമറോട് തലയണ വെച്ച് കൊടുക്കാൻ. മറ്റൊരു റിപ്പോർട്ടിൽ അബ്ദുല്ലാഹ് ബിൻ ഉമറിന്റെ മടിയിൽ കിടത്തി തലയണ വെച്ചുകൊണ്ട് അങ്ങനെയും കാണാം. ഏതായാലും ഉമർ റളിയല്ലാഹു അൻഹു മരിക്കാൻ പോണ ഷഹാദത്താവുക അയാൾക്ക് അറിയാം, ഉറപ്പിച്ചിന് അയാൾ ഷഹാദത്താവുക, ഇനി ജീവിക്കൂല എന്ന് അയാൾക്ക് അറിയാം. കാരണം ഹജ്ജിന്റെ അറഫയിൽ വെച്ച് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹ് ഉത്തരം നൽകിയതാണ് എന്ന് ആര് പറയാണ്? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പൊ ആ പിന്നെ മകനോട് പറയാം, ആ തലയണോട് നീക്കി ഇന്ന നിലത്ത് തുറാബിൽ മണ്ണിൽ കിടത്തിയാൽ മതി,
ഒരു പക്ഷേ ആ മണ്ണിൽ കിടത്തുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം എനിക്ക് ലഭിച്ചേക്കാം. ഞാൻ അങ്ങനെ ഷഹീദാവാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കി നിങ്ങൾ, ഒരാൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ഷഹീദാവണം എന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. ഇതാണ് റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തുൻ വല. ഇങ്ങനെയുള്ള മനുഷ്യന്മാർ ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന കയ്യില് വിരലിലെണ്ണാവുന്ന ആരെങ്കിലും ഒന്നുണ്ടോ സഹോദരന്മാരെ? ഞാനില്ല, നിങ്ങളുണ്ടോ? ഉണ്ടാവില്ല. ആലോചിച്ച് നിങ്ങൾ, ഈ രൂപത്തിലുള്ള മനുഷ്യന്മാരെ പറ്റിയാണ് റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത നിറയെ വഞ്ചനകളുടെ കാലഘട്ടമാവും അല്ലേ. ഏറ്റവും വലിയ കള്ളനായിരിക്കും ഏറ്റവും വലിയ സത്യസന്ധനായ ആളായിട്ടുള്ള കണക്കാക്കണേ. ഏറ്റവും വലിയ കള്ളൻ ഏറ്റവും വലിയ സത്യസന്ധനും, അതേപോലെ തന്നെ ഏറ്റവും വലിയ വഞ്ചൻ ഓനാണ് വിശ്വസ്തനായിട്ട് ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം വരും. പിന്നെ റുവൈബിള എന്ന് പറയുന്ന ഒരു വിഭാഗമായിരിക്കും. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ യാതൊരു സ്ഥാനവും ഒന്നുമില്ലാത്ത, വിശ്വാസമൊന്നുമില്ലാത്ത ആളുകളായിരിക്കും സമൂഹത്തിന്റെ കാര്യമൊക്കെ പറയും. ഞാനിങ്ങനെ ആലോചിക്കുക, ഈ ഹദീസ് ഇങ്ങനെ വായിക്കുമ്പോൾ, ഇന്നിപ്പം വഖഫ് ബോർഡിന്റെ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ അല്ലേ. ആ വഖഫിന്റെ പ്രശ്നത്തിൽ വഖഫിൽ അവർ നിശ്ചയിക്കുന്ന ആളാരാ? മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിക ശരീഅത്ത് ഒന്നും അറിയാത്ത ആളാണ് ഇസ്ലാമിന്റെ കാര്യം പറയാൻ വേണ്ടി പോണത്. ആ രൂപത്തിലുള്ള ഒരു കാലഘട്ടം വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ സഹോദരന്മാരെ, നാം ഇവിടെ ചിന്തിക്കേണ്ട വിഷയം, വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഈ സ്വഭാവം, ആ ക്വാളിഫിക്കേഷൻ, ആ റിജാലിന് പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ നമുക്കുണ്ടാവണം. അതുണ്ടോ എങ്കിൽ നാം വിജയികളുടെ കൂട്ടത്തിൽപ്പെടും. അതല്ല, ആ ക്വാളിഫിക്കേഷൻ നമുക്കില്ല എങ്കിൽ എന്ത് പെടും? നമ്മൾ റിജാലുൻ എന്ന ഗണത്തിൽ നമ്മൾ പെടില്ല. റിജാലുൻ ലാ തുൽഹീഹിം, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ. എന്താ ഈ തിജാറത്തും ബൈഉം തമ്മിലുള്ള വ്യത്യാസം? രണ്ട് കച്ചവടം തന്നെ. തിജാറത്ത് എന്ന് പറയുന്നത് ഒരു പുറം രാജ്യത്ത് നിന്ന്, പുറത്തു നിന്ന് സാധനം കൊണ്ടുവരിക. നമ്മളെ ജമ്മിയയിലേക്ക് കമ്പനിയിൽ നിന്ന് സാധനം വരുന്നില്ലേ, അതിനാണ് തിജാറത്ത്. ബൈ എന്ന് പറയണോ, അവിടെയുള്ള സെയിൽസ്മാൻ അല്ലേ എടുത്തു കൊടുക്കണേ, ഓൻക്കാണ് ബൈ. അതാണ് ക്രിയ വിക്രയം എന്ന് പറയുന്നത്. അതാണ് തമ്മിൽ രണ്ടും ഭാഷയിൽ എന്താണ്? കച്ചവടം തന്നെ. അപ്പൊ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് എന്ന് പറഞ്ഞെടുത്തുള്ള സൂത്രം അതാണ്. പിന്നെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഒരു അറാബി വരികയാണ്. അറാബി വന്നിട്ട് എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലെ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഏതാനും ചില ഉപദേശം അമല് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കണം എന്താ? നഅ്ബുദുല്ലാഹ്, അള്ളാഹിനെ ആരാധിക്കാം അല്ലേ. തഅ്ബുദുല്ലാഹ് ലാ തുശ്രികു ബിഹി ഷൈഅ, ശിർക്ക് ചേർക്കരുത്, ഇബാദത്ത് ചെയ്യാം. നിസ്കാരം കൃത്യമായി നിർവഹിക്കുക, ഫർദ് നിസ്കാരം, സകാത്ത് കൊടുക്കുക. അപ്പൊ റമദാൻ മാസത്തിലെ നോമ്പ് നോക്കുക. അപ്പൊ അറാബി പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി ലാ അസീദു, ഇത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, ഞാൻ അതിലപ്പുറം ഞാനൊന്നും കൂട്ടൂല എന്ന് പറഞ്ഞു. ഈ അറാബി പോയപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിന്റെ അവകാശം നിങ്ങൾക്ക് കാണണം, ആ പോണ ആളാണ് കേട്ടോ, ആ പോണ അറാബിയാണെന്ന് പറഞ്ഞു. കാരണം നിർബന്ധമായ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അത് മതി സ്വർഗത്തിലേക്ക് കടക്കാൻ. നമ്മളോ സുബിസ്കരിച്ചിട്ടുണ്ടാവില്ല, പെരുന്നാൾ സ്കാരത്തിന്റെ തെക്കബീരെല്ലാം നമ്മൾ എത്തിയിട്ടുണ്ടാവും അല്ലേ. ആലോചിച്ചു നിങ്ങള്, നമ്മുടെ അവസ്ഥ അതാണ്. ഈ രൂപത്തിൽ നമ്മുടെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നോക്കി, അവിടെയൊക്കെ നമുക്ക് ഈ രൂപത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാം. ഇപ്പൊ ഉദാഹരണമായിട്ട് സുബിസ്കരിക്കുക. കാരണം എന്താ? അങ്ങനെ മൊബൈൽ നോക്കി കുത്തിറന്ന് ആ സുബി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ബാങ്ക് കേൾക്കുന്നുണ്ടാവും, ആ ബാങ്ക് കേട്ടിട്ടും നമ്മൾ നിസ്കാരത്തിനെത്തൂല, അവിടെ മൊബൈലിൽ ഇങ്ങനെ കളിച്ചു കുത്തിരിക്കുന്നുണ്ടാവും. നമ്മൾ ആ റിജാലുൻ ലാ തുൽഹീഹിം അൻ ദിക്രില്ലാഹ് എന്ന് പറഞ്ഞ ആ ഗണത്തിൽ നമ്മളുണ്ടോ? ഇല്ല സഹോദരന്മാർ. അപ്പൊ നമ്മെ തന്നെ ഒന്ന് ആത്മവിചാരണ ചെയ്തു നോക്കുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്വഭാവം, ആ സ്വഭാവമാണല്ലോ സ്വർഗത്തിനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. ആ സ്വർഗത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്നിലുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ചിന്തിക്കുക. അങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ ജീവിക്കുന്ന പതിപ്പായി ഞാനും നിങ്ങളും മാറുക എങ്കിൽ ഇഹത്തിലും പരത്തിലും റബ്ബ് തമ്പുരാൻ നമുക്ക് ജയം നൽകും. അത്തരം മുത്തക്കിയുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.
കുറച്ച് വൈകി പോയതാണല്ലേ.